കണ്ടന്റ് തരാനാണെങ്കിലും എന്റെ പൊന്നാരിച്ചേ ഇതുപോലത്തെ കണ്ടന്റ് തന്നെ പറ്റിക്കണ്ടായിരുന്നു. റെസിൻ വർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് നോക്കുമ്പോഴാണ് ഇതുപോലെ 4 ഈച്ച ഇതിൽ വന്ന് പറ്റി. ഇതുപോലുള്ള അനുഭവം എന്നെ പോലുള്ള റെസിൻ ആർട്ടിസ്റ്റുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ബേബി ബോയ് ആണെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ബേബി ഗേളാന്ന് മനസ്സിലായത്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പിങ്ക് തീമിലേക്ക് മാറ്റി. നെക്സ്റ്റ് നമ്മളെടുത്ത സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെയാണ് നമ്മൾ അതിന്റെ മേലെ ഓരോ ലെയർ ആയിട്ട് ഓരോ റെസിൻ ഒഴിച്ചു കൊടുക്കുന്നത്. പൊക്കിൾക്കൊടി, പ്രഗ്നൻസി ടെക്സ്ചർ, ഫസ്റ്റ് ടൈം ഉപയോഗിച്ച വള, അങ്ങനത്തെ കുറച്ച് ബേബീന്റെ ഐറ്റംസ് വെച്ചിട്ടാണ് കസ്റ്റമർ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഒരിക്കലും മരണം വരെ മറക്കാത്ത 2 സമയങ്ങളാണ് പ്രഗ്നൻസി ടൈമും പോസ്റ്റ്മോർട്ടം ടൈമും. ആ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആരൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, ആരൊക്കെ അവളെ സന്തോഷിപ്പിക്കുന്നു, ഓരോരുത്തരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റങ്ങൾ, അവൾക്ക് കൊടുക്കുന്ന കെയറിങ്, അതൊന്നും ഒരിക്കലും നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ ലൈഫിൽ ഒരിക്കലും മറക്കൂല. അതേപോലെ തന്നെയാണ് ഇത് പ്രസവത്തിന് ശേഷം കുട്ടീൻ്റെ ഓരോ ഐറ്റംസ്, ഇതൊക്കെ